Hello everyone, welcome back. This is Nirjana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫുട്വെയർ ഹോളാണ്. കുറേ നാളായി ആക്ച്വലി ചെരുപ്പിൻ്റെ ഒരു ഹോൾ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുട്വെയർ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസ് ഗോയിങ് ആയിട്ടോ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള ഫുട്വെയർ ആണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ സൈസ് 8 ആണ്. കുറച്ച് വീതിയുള്ള കാലാണ്. അപ്പോൾ അവൈലബിൾ സൈസസ് എല്ലാം ഞാൻ കാണിച്ചേക്കാം. എങ്കിലും ജസ്റ്റ് ഫോർ റെഫറൻസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, നമുക്ക് ഒരുപാട് ഹോൾ വീഡിയോസ് ഉണ്ട്. സാരി, സൽവാർ, കുർത്ത സെറ്റ്സ്, ജീൻസ്, ജ്വല്ലറി, ബാഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് കണ്ടന്റ് ഓൺ ബ്യൂട്ടി ആസ് വെൽ. സോ ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്, പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഈ ചെരുപ്പാണ്. നമ്മുടെ ക്ലോക്സ് അറിയാമല്ലോ, ക്രോക്സിൻ്റെ ആ ഒരു ഡിസൈനിലാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ഒരു ഡിസൈനാണ്. ഇത് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് പ്രിറ്റി ആയിട്ട് തോന്നി. ആ ബ്ലാക്ക് കളർ ക്ലോക്സിനകത്ത് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇടാനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്, വാഷബിളാണ്, വെരി ക്യൂട്ട് ലുക്കിംഗ്. ഒരു കളർഫുൾ ടോപ്പിൻ്റെ കൂടെ കിട്ടി കഴിഞ്ഞാൽ ആക്ച്വലി നല്ല ഭംഗിയായിരിക്കും. അത്ര ചൈൽഡിഷ് അല്ല. അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ റെയിനി സീസണിലൊക്കെ കംഫർട്ടബിളായിട്ട് ഇടാനും എനിക്ക് യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നല്ലൊരു ഗ്രിപ്പും കിട്ടും, ഇടാൻ നല്ല കംഫർട്ടബിളാണ്, പ്രൈസി അല്ല. ആൻഡ് ഇത് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പുറത്തിടാൻ പറ്റുന്ന ടൈപ്പ് ലുക്കുള്ള ഒരു ഫങ്കി സ്ലിപ്പേഴ്സ്. നെക്സ്റ്റ് ഇതാണ്. ഇത് ഷൂട്ടോപ്പിയാണ് ബ്രാൻഡെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അതേന്ന് തോന്നുന്നു. ഇതേ ഡിസൈനിൽ നിങ്ങൾക്ക് 3 കളേഴ്സ് ഉണ്ട്. കുറച്ച് വൈഡായിട്ട് ഫീറ്റുള്ള ആൾക്കാർക്ക് ഈ ബ്രാൻഡ് നല്ലോണം സ്യൂട്ടാകും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് 8 ആണ്, ഞാൻ 8 തന്നെ എടുത്തത്. കുറച്ച് വൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിരിക്കും. എൻ്റെ അമ്മ മോസ്റ്റ്ലി 8 വൈഡ് ഓർ 9 നാരോ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അമ്മയ്ക്ക് അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ് ആക്ച്വലി ചെരുപ്പ്. എനിക്കെൻ്റെ കളർ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സൽവാറിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും. വെള്ളം വീണാലൊന്നും കുഴപ്പമില്ല, പക്ഷേ അതങ്ങനെ ടിപ്പിക്കൽ വാഷബിൾ മെറ്റീരിയൽ അല്ല. ബട്ട് ഡെഫിനറ്റ്ലി കാണാൻ ക്യൂട്ടാണ്, കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ആൻഡ് കളേഴ്സ് അവൈലബിൾ ആണ്. ഈ പർട്ടിക്കുലർ ബ്രാൻഡ് ആസ് ഐ സെഡ് സൈസിങ്ങും അവരുടെ സൈസിങ് ഓപ്ഷൻസും വളരെ നല്ലതാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇട്ട് കണ്ടപ്പോൾ എനിക്ക് കാലിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് തോന്നിയത്. അടുത്തത് ലൊക്സോ അങ്ങനെ ആയിരിക്കും കേട്ടോ പേര്. അതെ, അവിടെ ഉടുപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാഗ്സും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ഫുട്വെയർസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സ്കൈ ബ്ലൂ കളറാണിത്. ഇത് ഹാർഡല്ല, പക്ഷേ ഭയങ്കര സോഫ്റ്റ് ഹീൽ അങ്ങനെയല്ല, സോഫ്റ്റ് സോളും അല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ജീൻസിൻ്റെ കൂടെ ഇടാനായിട്ട് എനിക്ക് തോന്നി വളരെ കംഫർട്ടബിളാണ്. പക്ക ഫ്ലാറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. കാരണം ഈ മുകളിലത്തെ ബ്ലൂ സ്ട്രാപ്പ് നല്ല വൈഡ് ആണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല കവറേജും കിട്ടും. ഇടാനായിട്ട് ആ നിലയ്ക്ക് വളരെ കംഫർട്ടബിളാണ്. പിന്നെ എനിക്കങ്ങനെ ഡിസ്കംഫോർട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതിങ്ങനെ ഒരുപാട് നേരം ഇട്ടുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ ഒരുപാട് നേരം ഇടാൻ അങ്ങനെയല്ല. കാരണം അത് നമ്മൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സോളുള്ള ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു ഡിന്നറിന് പോകാനോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. സൈസ് ചാർട്ട് ആക്യുറേറ്റ് ആണ്, നല്ല ഫിറ്റിങ്ങും ആണ്, അത്ര എക്സ്പെൻസീവും അല്ല. അടുത്തത് വീണ്ടും ഷീസോൺ അല്ലേ, അല്ല ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡാണ്. എനിക്ക് ട്രാൻസ്പെറൻറ്റ് കളറിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് 3 കളേഴ്സിൽ എന്തോ അവൈലബിൾ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കാലിൽ എന്തെങ്കിലും ഇട്ടിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. അതേസമയം ആ ഒരു നടുക്കത്തെ ആ ബീഡ് ഡിസൈൻ മാത്രം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എടുത്ത് കാണും. നല്ല സോഫ്റ്റ് സോളാണ്, ഇടാൻ വളരെ കംഫർട്ടബിളാണ്. ആസ് ഐ സെഡ് കുറച്ച് വൈറ്റ് ഫീറ്റിന് നല്ലതാണ്. അപ്പോൾ വൈറ്റ് ഫീറ്റിന് പറ്റിയൊരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഈ ഒരു ബേജ് കളർ ആണെങ്കിൽ ഒരു എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഒരു സ്കിൻ കളർ പോലെയാണ്, ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും അങ്ങ് യോജിച്ച് പോകുന്ന ഒരു കളറാണ്. നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട്. കുറച്ച് യുണീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ വാസൻ ഷുവർ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, ഇനി കുറച്ച് ചീപ്പ് ലുക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല. ഇട്ട് കണ്ടപ്പോഴും എനിക്കിപ്പോൾ വീഡിയോയിൽ ഞാൻ കാണുമ്പോഴും ഞാൻ ഇട്ട് നടക്കുമ്പോഴും ഒക്കെ വെരി കംഫർട്ടബിൾ ആൻഡ് നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഹീൽസ് ഒന്നും ഇഷ്ടമല്ലാതെ അതേസമയം പാർട്ടി വെയറിന് താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സാധാരണ നമ്മൾ ടിപ്പിക്കൽ കാണുന്ന ഡിസൈൻസിൽ നിന്നും ഒരു ഭയങ്കര ഒരു വെൽക്കമിങ് ചേഞ്ച് തന്നെയാണ്. അടുത്തത് ഞാൻ റീസെൻ്റ്ലി പിക്ക് ചെയ്തത് സൂക്കിൻ്റെ ഈ ചെരുപ്പാണ്. സൂക്കിൻ്റെ ഇതെൻ്റെ 5ാമത്തെയോ 6ാമത്തെയോ പേരാണ്. ഈ നോട്ടഡ് മ്യൂൾ കാറ്റഗറിയിലാണ്. ജയ്പൂരി കമൽ എന്നുള്ള പ്രിൻ്റാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു റെഡും ഒരു ബ്ലൂ ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്. സൂക്കിൻ്റെ ചെരുപ്പുകൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര കംഫർട്ടബിൾ സോളാണ്. സൂക്ക് എൻ്റെ മദർ യൂസ് ചെയ്യുന്നുണ്ട്. അമ്മ 9 ആണ്, ഞാൻ 8 ആണ് സൈസ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം നമുക്കൊരു സൽവാർ സെറ്റിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് കുറച്ച് ക്ലാസി ആയിട്ടുള്ള, എനിക്കൊരു അനാർക്കലി കുർത്ത അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ഒക്കെ കൂടി ഇടാൻ പറ്റിയ ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
നല്ല കംഫർട്ടബിളാണ്. ഒരു ഹാഫ് ഷൂ പോലത്തെ ലുക്കാണ്, പക്ഷേ ആ നോട്ടഡ് ഡിസൈനാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. സൂക്കിൻ്റെ ക്വാളിറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കംഫർട്ടാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും സൂക്ക് ഇസ് റിയലി നൈസ്. അവർക്ക് ചെരുപ്പുകളിൽ തന്നെ ഒരു 10-12 വെറൈറ്റി ഉണ്ട്. അതിലൊരു 4-5 എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നോട്ടഡ് മ്യൂൾ എൻ്റെ ഒരു ടൈപ്പ് അല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എനിക്കത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഒരു കുർത്തയുടെയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബാഗൊക്കെ കൂട്ടി ഇങ്ങനെ നല്ല കമ്മലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല കിട്ടിലും സെമി ട്രഡീഷണൽ ലുക്കായിരിക്കും തോന്നി. സൂക്കിൻ്റെ തന്നെ ഈ ചെരുപ്പും ഞാൻ ലാസ്റ്റ് മന്ത് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ അക്വാമറൈൻ എന്നുള്ള കളറാണ് കാറ്റഗറി. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇൻസൈഡ് മെറ്റീരിയൽ. അവർ ഒരുപാട് കെയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാലിൽ ടച്ച് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റാണ് ആൻഡ് സോളും ഡെഫിനറ്റ്ലി സോഫ്റ്റാണ്. ഇതിലെനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ ഒരു കോലാപൂരി ലുക്കാണെങ്കിലും ബാക്കിൽ ഇങ്ങനെ ജാലി പോലെയൊക്കെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ടിപ്പിക്കൽ കോലാപൂരി ലുക്കാണെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ആ ബ്രൗൺ കെട്ട് വരുന്നുള്ളൂ, മറ്റേ സൈഡിൽ വരുന്നില്ല. അത് എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി. ഇതേ ഡിസൈനിൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 കളേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്ത ബ്ലൂ ആണ്. കാരണം നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാം. പൊതുവെ ഇങ്ങനത്തെ ചെരുപ്പുകൾ നമ്മൾ ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ നല്ല ലുക്കായിരിക്കില്ല, പക്ഷേ ഇതെന്തോ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ട്യൂണിക്കിൻ്റെ കൂടെയൊക്കെ നല്ല സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇടാം. ആൻഡ് സൂക്ക് ചെരുപ്പുകൾ ഞാൻ എപ്പോഴും മോളിലൊക്കെ ഇടുന്നതാണ്. കാരണം ഈ നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്, സൈസിങ് നല്ലതാണ്. ഈ ഒരു കളറാണെങ്കിലും ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഓവറോൾ സൂക്കിൻ്റെ ചെരുപ്പുകൾ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. പിന്നെ വീണ്ടും ഞാൻ ഷൂട്ടോപ്പിയയുടെ ഈ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്താൽ കേട്ടോ. എനിക്ക് ഓറഞ്ച് പിങ്ക് കളറിലൊക്കെ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഇത് പക്ഷേ നാരോ ഫീറ്റിനും അല്ലെങ്കിൽ നോർമൽ ഫീറ്റ് സൈസിനെ പറ്റും, വൈഡിന് പറ്റില്ല. കാരണം എൻ്റെ സൈസ് അത്ര വൈഡല്ല. ഷൂട്ടോപ്പിയ പൊതുവേ വൈഡാണ്, പക്ഷേ ഈ പർട്ടിക്കുലർ മോഡൽ അത്ര വൈഡല്ല, നോർമൽ ഫീറ്റിന് നല്ലതാണ്. ഭയങ്കര ക്യൂട്ട് ക്യാൻഡി കളർ പോലെയാണ് തോന്നിയത്. ആദ്യം ഞാൻ വാങ്ങിയപ്പോൾ ഓർത്ത് ഇനി ഭയങ്കര ചൈൽഡിഷ് ലുക്കായിരിക്കുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് വാങ്ങിയത്. ബട്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ സോള് ഹാർഡ് സോളല്ല, പക്ഷേ അങ്ങനെ ഭയങ്കര പക്കാ സോഫ്റ്റ്. ഇപ്പോൾ സൂക്കിൻ്റെ പോലെയോ അല്ലെങ്കിൽ നേരത്തെ കണ്ട മോഡൽസിൻ്റെ പോലെ അത്ര സോഫ്റ്റ് സോളല്ല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പുറത്ത് പോകുമ്പോഴോ ഒരു പർട്ടിക്കുലർ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ, ചില ഔട്ട്ഫിറ്റ്സ് ക്യൂട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇടുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജീൻസിൻ്റെ കൂടെയോ സൽവാറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു കളർ മാച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടാവുന്ന, ഇട്ടാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കളറാണ്. എന്നാൽ ഭയങ്കര ബ്രൈറ്റ് ഓൺ ദെയർ ഫേസ് കൈൻഡ് ഓഫ് കളറും അല്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആമസോണിൽ നിന്ന് തന്നെ ഞാൻ ഇതിൻ്റെ സ്ലിപ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എലൈറ്റ് ആണോ ഫ്ലൈറ്റ് ആണോ, അയ്യോ ബ്രാൻഡ് പേര് ഓർമ്മയില്ല കേട്ടോ, ഫ്ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സ്ലിപ്പേഴ്സ് എടുത്തത്. തൊട്ട് മുന്നത്തെ എൻ്റെ മദർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു അണിയൻ പിങ്ക് കൈൻഡ് ഓഫ് കളർ. മഴക്കാലത്ത് ഞാൻ അത്യാവശ്യം പുറത്തും ഇതിൻ്റെ മുന്നേ ഇരിക്കുന്ന ടൈപ്പ് ഇടാറുണ്ട്. അത് ഏകദേശം ഞാൻ 2 കൊല്ലത്തോളം ഉപയോഗിച്ച് ചീത്തയായപ്പോഴാണ് ഞാൻ ഈ പുതിയത് വാങ്ങിയത്. വേണമെങ്കിൽ അത്യാവശ്യം പുറത്തിടാവുന്ന ടൈപ്പ് ചെരുപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും കൊണ്ടുപോകുക, ബാത്റൂമിലും റൂമിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സ്ലിപ്പറിന് പകരമായിട്ട്. വാഷബിളാണ്, കംഫർട്ടബിളാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സൈഡ് കാരണം ഇതാണല്ലോ, അഡ്ജസ്റ്റബിൾ ആണല്ലോ, അപ്പോൾ കാലിൻ്റെ ഫിറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹീൽസും അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഓവറോൾ വെരി പ്രിറ്റി ഓൾസോ. That's it for today's video. I hope you guys enjoyed it. ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഏതാണ് എന്ന് പറയാം. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിച്ചത് ആ കറുത്ത ക്രോക്ക് പോലത്തെ ചെരുപ്പാണ്. സോ ക്യൂട്ട്, നോട്ട് റിയലി മൈ സ്റ്റൈൽ ഓൾ ദ ടൈം, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ടോപ്പൊക്കെ വാങ്ങി, അപ്പോൾ അങ്ങനെ സെറ്റാക്കിയപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമായി. സോ എല്ലാം കംഫർട്ടബിൾ ഫുട്വെയർ ആണ്. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഏതാണെന്ന് പറയാം. I would love to know. So we'll meet again with another video. Until then, take care. Bye bye.